നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഭൂമി തർക്കത്തെക്കുറിച്ചും അതിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധിയെക്കുറിച്ചുമാണ്. ഒരു കുടുംബത്തിലെ പിതാവും മക്കളും തമ്മിലുള്ള ദീർഘകാലമായ നിയമപോരാട്ടത്തിന്റെ പരിസമാപ്തിയാണ് ഈ വിധി. ഈ തർക്കം ആരംഭിക്കുന്നത് ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ച്. ഈ വസ്തു ആദ്യം പിതാവിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. 85 ജൂൺ 26 പിതാവ് മകളുടെ പേരിൽ ഒരു രേഖ രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഈ രേഖ ദാനപത്രമാണോ അതോ ഒസ്യത്താണോ എന്നതായിരുന്നു തർക്കത്തിന്റെ കഥ. മകൾ ഈ രേഖ തനിക്ക് ഉടമസ്ഥാവകാശം നൽകുന്ന ദാനപത്രമാണെന്ന് വാദിച്ചു. എന്നാൽ മകൻ ഇത് ഒസ്യത്താണെന്നും പിതാവിന് അത് റദ്ദാക്കാനുള്ള അവകാശമുണ്ടെന്നും വാദിച്ചു. പിന്നീട് പിതാവ് ഈ രേഖ റദ്ദാക്കുകയും വസ്തു മകന് വിൽക്കുകയും ചെയ്തു. ഈ കേസ് ആദ്യം ചേർത്തല സബ് കോടതിയിലും പിന്നീട് 1-ാം അപ്പീൽ കോടതിയിലും എത്തി. അവിടെയെല്ലാം മകളുടെ വാദം തള്ളപ്പെട്ടു. എന്നാൽ കേരള ഹൈക്കോടതി ഈ വിധി തിരുത്തി രേഖ ദാനപത്രമാണെന്ന് വിധിച്ചു. പിന്നീട് മകൻ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. സുപ്രീം കോടതി ഈ കേസ് വിശദമായി പരിശോധിച്ചു. രേഖയുടെ ഉള്ളടക്കവും സാഹചര്യങ്ങളും പരിഗണിച്ച ശേഷം ഈ രേഖ ദാനപത്രമാണെന്ന് കോടതി വിധിച്ചു. രേഖ രജിസ്റ്റർ ചെയ്തതിലൂടെ മകൾ അത് സ്വീകരിച്ചതായി കോടതി കണ്ടെത്തി. കൂടാതെ പൂർത്തിയായ ഒരു ദാനം റദ്ദാക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഈ വിധിയിലൂടെ സുപ്രീം കോടതി ദാനപത്രത്തിന്റെയും ഒസ്യത്തിന്റെയും വ്യത്യാസം വ്യക്തമാക്കുകയും രജിസ്ട്രേഷന്റെ പ്രാധാന്യം എന്ന് പറയുകയും ചെയ്തു. ഈ വിധിയിലൂടെ ഭൂമി തർക്കങ്ങളിൽ നിയമപരമായ രേഖകളുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. രേഖകൾ രജിസ്റ്റർ ചെയ്യുകയും അവ കൃത്യമായി തയ്യാറാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിയമപരമായ കാര്യങ്ങളിൽ വിദഗ്ധരുടെ സഹായം തേടുന്നത് ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.